ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി എന്ന സബ്ജക്റ്റിലെ 3rd മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറച്ച് ബേസായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള CPM കുറിച്ചും അതുപോലെ തന്നെ PERT കുറിച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൽ വരുന്ന നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ 1 മാർക്കിനും അതുപോലെ 3 മാർക്കിനും അതുപോലെ 7 മാർക്കിനും ചോദിക്കുന്ന ബേസിക് ഡെഫിനിഷൻസും അതുപോലെ നമുക്ക് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന 2 സെക്ഷൻസാണ്. നമുക്ക് 2 സെക്ഷൻസായിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ഇതിൽ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, സിമ്പിൾ പ്രോബ്ലംസ് വരുന്നത് നമ്മൾ 2 സെക്ഷനിലാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം വരുന്ന നമ്മുടെ CPMൻ്റെയും PERTൻ്റെയും ഒരു ഏരിയ ഉണ്ട്. രണ്ടാമത് വരുന്ന നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ അതിൽ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പോർഷൻസ് നന്നായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമുള്ള ഒരു സൈഡ് നിങ്ങൾ സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എവിടേക്കാണ് ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്നത്, നമ്മുടെ നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് എവിടേക്കാണ് വരുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിൽ പറഞ്ഞു, നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 രീതിയിലാണ്. ഒന്ന് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും രണ്ടാമത്തത് നമ്മുടെ PERT എന്ന് പറയുന്ന പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. ഓക്കെ, ഒന്ന് CPM അഥവാ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്, രണ്ടാമത്തത് PERT അഥവാ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ്. അതിൽ നമ്മുടെ CPM എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ പ്രൊജക്ട്സ് വെർ യു ഹാവ് എ പ്രെറ്റി ഗുഡ് ഐഡിയ ഓഫ് ലോങ് ഈച്ച് ടാസ്ക് വിൽ ടേക്ക്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് CPM നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് ഒരു ടോട്ടൽ ഐഡിയ നമുക്കുണ്ടായിരിക്കും. അതായത് നമുക്ക് എപ്പോൾ തുടങ്ങി അല്ലെങ്കിൽ എപ്പോൾ അവസാനിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഏതൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഏതൊക്കെ ജോബ്സ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനായിട്ട് നമ്മൾ CPM ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് എന്ന് പറയുന്ന PERT നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊജക്ട്സ് വെർ ദർ ഈസ് എ ലോട്ട് ഓഫ് അൺസർട്ടൈനിറ്റി അബൌട്ട് ഹൗ ലോങ് ദ ടാസ്ക് വിൽ ടേക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു PERT നമ്മൾ യൂസ് ചെയ്യുന്നവിടെയാണ് ഒരു അൺസർട്ടൈനിറ്റി സിറ്റുവേഷൻ വരുന്ന കേസിലാണ് നമ്മൾ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമുക്കിത് എപ്പോൾ അവസാനിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ അവസാനിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ വലിയ വലിയ പ്രൊജക്ട്സിനൊക്കെയാണ് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലത്തെ പ്രൊജക്ട്സിനൊക്കെയാണ് നമ്മൾ ഈ ഒരു PERT നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ സാധാരണ കോമൺ ആയിട്ടുള്ള ഒരു റോഡിൻ്റെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനോ അതുപോലത്തെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അഥവാ CPM ആയിരിക്കും. നമ്മൾ പറഞ്ഞു നമ്മുടെ CPM ആയാലും PERT ആയാലും നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസിൽ ഉപയോഗിക്കുന്ന 2 മെത്തേഡ്സാണ് അല്ലേ. നമ്മൾ പറഞ്ഞു നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു ചെയ്യാൻ പോകുന്ന ആ ഒരു വർക്കിനെ നമ്മൾ പല പല ആക്ടിവിറ്റീസായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ആക്ടിവിറ്റീസും ഏതൊക്കെയാണ് 1 by 1 ആയിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ചെയ്തിട്ടായിരിക്കും അടുത്ത വർക്ക് ചെയ്യേണ്ടത്. നമ്മളൊരു എക്സാമ്പിളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വീട് വെക്കുന്ന ആ ഒരു പ്രൊസീജിയർ നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എപ്പോഴും CPM കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു വീട് വെക്കുന്ന ആ ഒരു രീതിയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ വീട് വെക്കുന്ന ആ ഒരു 1 by 1 പ്രൊസീജിയറിനെ കുറിച്ച് നമ്മൾ ഓർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ ചോദിക്കാറുണ്ട് CPM PERT തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന പോയിൻറ്റ്സ് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വൺ വരുന്നത് CPMൻ്റെ കോളം, ഇത് PERTൻ്റെ കോളമാണ്. അപ്പോൾ നമ്മുടെ CPM വരുന്ന പോയിൻറ്റ്സ് നോക്കാം. ഇറ്റ് ഈസ് ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഓക്കെ, നമുക്കത് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് അനാലിസിസാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് നമ്മൾ ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ വർക്ക് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കും. അതായത് ആ ഒരു നോൺ ടൈം നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒരു സിംഗിൾ ടൈം എസ്റ്റിമേഷൻ ആയിരിക്കും നമ്മളിവിടെ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈപ്പ് നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സിംഗിൾ നോൺ ടൈം വെച്ചായിരിക്കും നമ്മളിവിടെ ആ ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ PERT ആകുമ്പം അതൊരു പ്രോബബിലിസ്റ്റിക് ആണ്. ഓക്കെ, പ്രോബബിലിസ്റ്റിക് ആണ്. അതായത് ഒരു 3 ടൈം എസ്റ്റിമേറ്റ് എടുത്തായിരിക്കും നമ്മളവിടെ ആ ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് പ്രോബബിലിസ്റ്റിക് ആണ്, അത് 3 ടൈം എസ്റ്റിമേറ്റ്സ് ആണ്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് നോക്കാം. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ പ്രൊജക്ട്സ് വിത്ത് നോൺ ഡ്യൂറേഷൻസ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഓരോ വർക്കിനും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിനും
എത്രത്തോളം മാക്സിമം ടൈം എടുക്കുന്നൊക്കെ നമുക്ക് അറിയാവുന്ന തരത്തിലുള്ള വർക്കുകൾക്കാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് യൂസ് ചെയ്യുക. അതിന് എക്സാമ്പിളാണ് അവിടെ പറയുന്ന പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തിൻ്റെ വേണമെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് ആ ഒരു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സോ പ്രൊജക്ട്സ് വിത്ത് നോൺ ഡ്യൂറേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വരുന്നതാണ്. നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ പ്രൊജക്ട്സ് വിത്ത് അൺസർട്ടൈൻ ഡ്യൂറേഷൻസ്, എക്സാമ്പിൾ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലത്തെ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കും ഇപ്പോൾ എത്രത്തോളം സമയം ഇതിനാവശ്യം വേണ്ടി വരിക്കും അല്ലേ. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലേ, നമ്മൾ ആഴത്തിൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് എത്രത്തോളം സമയം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കഴിയില്ല അല്ലേ, കാരണം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം ഒരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അല്ലെ 0 ലെവൽ തൊട്ട് അത് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ ഫൈനൽ അതിൻ്റെ സ്റ്റേജിലേക്ക് എത്തിക്കുന്ന അവസ്ഥ, ആ ഒരു കണ്ടീഷൻ വരെയുള്ള സമയം നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കുക, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ ടൈം കോസ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, എന്നാൽ പെർട്ടിലാണെങ്കിൽ ടൈം ആൻഡ് മാനേജിങ് അൺസർട്ടൈനിറ്റി അല്ലെങ്കിൽ റിസ്ക്. അപ്പോൾ ഇവിടെ ശരിക്കും CPM എന്ന് ഉപയോഗിച്ച് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ടൈമും കോസ്റ്റും ആയിരിക്കും നമ്മൾ ഒപ്റ്റിമൽ ലെവലിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, CPM-ഉം പെർട്ടും വെച്ച് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ടൈമും കോസ്റ്റും വെച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈമും കോസ്റ്റുമാണ് നമ്മൾ ഒപ്റ്റിമൽ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ പെർട്ടാകുമ്പം ടൈം ആൻഡ് മാനേജിങ് അൺസർട്ടൈനിറ്റി, അപ്പോൾ നമ്മൾ ആ ഒരു അൺസർട്ടൈനിറ്റിയെ നമ്മൾ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ആ റിസ്കിനെയാണ് നമ്മളവിടെ മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ R&D പോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു അൺസർട്ടൈനിറ്റി ആവശ്യങ്ങൾക്കുള്ള ആ ഒരു റിസ്കിനെയാണ് നമ്മളവിടെ മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇതാണിപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ CPM-ൻ്റെയും അതുപോലെ തന്നെ പെർട്ടിൻ്റെയും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒന്നും കൂടി വേണമെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ഈ പോയിൻറ്റ്സ് കൂടി നോക്കാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു ഇത് CPM ആണ്, ഈ ടേബിൾ നേരെ തിരിച്ചാണ് കേട്ടോ. ഇവിടെ CPM-ഉം ഇവിടെ പെർട്ടുമാണ്. CPM നമ്മൾ പറഞ്ഞു എന്താണ്, അത് ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്, പെർട്ടാകുമ്പോൾ പ്രോബബിലിസ്റ്റിക് മോഡലാണ് അല്ലേ. പിന്നെ വരുന്ന പോയിൻ്റ് CPM-ൽ നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ നോൺ ടൈം വെച്ചാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. യൂസസ് എ സിംഗിൾ ഫിക്സഡ് ടൈം എസ്റ്റിമേറ്റ് ഫോർ ഈച്ച് ആക്ടിവിറ്റി അസ്യൂമിങ് ഇറ്റ് ഈസ് നോൺ വിത്ത് സെർട്ടൈനിറ്റി അല്ലേ. ഇപ്പോൾ നമ്മൾ സിംഗിൾ ടൈം എസ്റ്റിമേഷൻ ആയിരിക്കും ഇവിടെ ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ ഇവിടെ ആകുമ്പോൾ നമ്മൾ 3 ടൈം എസ്റ്റിമേറ്റ്സ് ആണ് അല്ലേ. അതായത് 3 ടൈം വരുന്നത് ഒപ്റ്റിമിസ്റ്റിക് വരുന്നുണ്ട്, പെസിമിസ്റ്റിക്കും അതുപോലെ തന്നെ മോസ്റ്റ് ലൈക്ലി എന്ന് പറയുന്ന 3 ടൈം എടുത്തിട്ട് ആ ഒരു കാൽക്കുലേഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി നമ്മുടെ CPM നമ്മൾ യൂസ് ചെയ്യുന്നത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾക്കാണ് നമ്മൾ, അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് CPM യൂസ് ചെയ്യുന്നത് അല്ലേ. റിപ്പീറ്റേറ്റീവ് ഓർ കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ് വേർ ആക്ടിവിറ്റി ഡ്യൂറേഷൻസ് ആർ മോർ പ്രഡിക്റ്റബിൾ. അപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റീൻ്റെയും ഡ്യൂറേഷൻസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള ആവശ്യങ്ങൾക്കാണ് നമ്മൾ CPM നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ നോൺ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലത്തെ പ്രൊജക്ട്സിനാണ് നമുക്ക് വേർ ആക്ടിവിറ്റി ഡ്യൂറേഷൻസ് ആർ അൺപ്രഡിക്റ്റബിൾ അല്ലേ. നമുക്കവിടെ ഓരോ ജോലിയുടെ അല്ലെങ്കിൽ ഓരോ ചെയ്യുന്ന വർക്കിൻ്റെയും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ഡ്യൂറേഷൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ്, അതുപോലത്തെ നോൺ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾക്കാണ് നമ്മൾ പെർട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ നമ്മുടെ CPM എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അതായത് ഫോക്കസസ് ഓൺ ദ ടാസ്ക് ദാറ്റ് കൺസ്യൂം ടൈം ആൻഡ് റിസോഴ്സസ്. അപ്പോൾ നമ്മൾ നേരത്തെ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആക്ടിവിറ്റികളുണ്ട്. അപ്പോൾ ഓരോ ആക്ടിവിറ്റിക്കും എത്രത്തോളം ടൈമും എത്രത്തോളം റിസോഴ്സുകളും യൂസ് ചെയ്യും എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ CPM അനാലിസിസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് നമ്മുടെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ പെർട്ടാകുമ്പോൾ അത് ഇവൻറ്റ് ഓറിയൻറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഇവൻറ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ഫോക്കസസ് ഓൺ മൈൽ സ്റ്റോൺസ് ഓർ ചെക്ക് പോയിൻറ്റ്സ്. അതായത് ഇവൻ്റ് എന്ന് പറയുമ്പോഴും ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ വ്യത്യാസം. ഇപ്പോൾ നമ്മൾ ഇവിടെ 1 എന്ന് പറയുന്നൊരു ഇവൻ്റ് ഉണ്ട്, നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യും അല്ലേ. ആദ്യം ചെയ്യുന്ന കാര്യം ഫൗണ്ടേഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഫൗണ്ടേഷന് ഒരു ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം, അതിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ആ ഇവൻറ്റിൻ്റെ തുടക്കമാണ്, 2 എന്ന് പറഞ്ഞാൽ ആ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൗണ്ടേഷനാണ് നമ്മുടെ ഇവിടെ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ,
ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്ടിവിറ്റി. എന്നാൽ ഈ 1ഉം 2 എന്താണ്, അത് ഇവൻറ്റുകളാണ്. അതായത് ഫൗണ്ടേഷന് വേണ്ടി ഈ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇവിടെ എത്തുമ്പോൾ എന്തായി ഇവൻ്റ് അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും എന്താണ്, അത് ഇവൻ്റാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ നമ്മുടെ R&Dയുടെ കേസിൽ ആലോചിച്ചാൽ മനസ്സിലാവും അത് ഇവൻറ്റ് ഓറിയൻറ്റഡ് ആണ് അല്ലേ. അത് തുടക്കവും അവസാനവും മാത്രമേ നമുക്ക് അറിയുള്ളൂ അല്ലേ. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഫോക്കസ് ഓൺ മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ചെക്ക് പോയിൻറ്റ്സ്. ഇവിടെ പറഞ്ഞ എന്താണ്, CPM ആകുമ്പം ആക്ടിവിറ്റി ഓറിയൻറ്റഡ്, അതായത് ഫോക്കസസ് ഓൺ ദ ടാസ്ക്സ് ദാറ്റ് കൺസ്യൂം ടൈം ആൻഡ് റിസോഴ്സസ് അല്ലേ. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റികളുടെ അല്ലെങ്കിൽ ടാസ്കുകളുടെ ടൈമും അതുപോലെ അത് കൺസ്യൂം ചെയ്യുന്ന ടൈമും റിസോഴ്സിനെ കുറിച്ചാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ ഈ പ്രധാനപ്പെട്ട പോയിൻറ്റ്സിനെ കുറിച്ചെല്ലാം ഒരു ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ സാധാരണഗതിയിൽ 7 മാർക്കിനും 3 മാർക്കിനൊക്കെ CPMനും പെർട്ടിൻ്റെയും ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കാനായിട്ട് ഇവിടെ മലയാളത്തിൽ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ CPM എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ പറഞ്ഞു ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. എന്നാൽ നമ്മുടെ പെർട്ട് എന്ന് പറയുന്നത് പ്രോബബിലിസ്റ്റിക് മോഡലാണ്. അതായത് എന്താണ് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ, പ്രവർത്തനങ്ങളുടെ സമയം കൃത്യമായി അറിയാമെന്ന് അനുമാനിക്കുന്നു അല്ലേ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട് വെക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ എത്ര സമയം വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ വാള് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എത്ര സമയം വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് സിമൻറ്റ് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് എത്ര സമയം വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റിങ്ങിന് എത്ര സമയം വേണ്ടി വരും, അത് ഡ്യൂറേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് പ്രോബബിലിസ്റ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ, പ്രവർത്തനങ്ങളുടെ സമയം അനിശ്ചിതമാണെന്ന് അനുമാനിക്കുന്നു. അതിലെന്താണ്, അത് നമുക്ക് ഓരോ വേണ്ട ആക്ടിവിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഇവൻറ്റ്സിൻ്റെ സമയം നമുക്ക് എന്താണ്, അത് അനിശ്ചിതമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നമുക്കറിയില്ല എത്രത്തോളം സമയം എടുക്കുമെന്ന് നമുക്കറിയില്ല, നമ്മൾ R&Dയുടെ കേസിലൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ, അതുപോലെ നമ്മൾ രണ്ടാമതൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് ആണ് അല്ലേ. അതായത് ഒരൊറ്റ സമയം, ഓരോ പ്രവർത്തനത്തിനും ഒരു ഒറ്റ സമയം എസ്റ്റിമേറ്റ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതായത് ഒരു ആക്ടിവിറ്റിക്ക് നമ്മൾ ഒരൊറ്റ സമയത്തിൻ്റെ അല്ലെങ്കിൽ ഒരൊറ്റ ടൈം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതായത് നമ്മൾ പെർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ പ്രവർത്തനത്തിനും നമ്മൾ എന്ത് ചെയ്യും, 3 ടൈം എസ്റ്റിമേറ്റുകൾ നമ്മൾ എടുക്കും. 3 ടൈമാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, അതിൽ വരുന്നതാണ് ഒപ്റ്റിമിസ്റ്റിക്, പെസ്സിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു മലയാളത്തിലുള്ള നോട്ട്സ് കൂടി കൊടുത്തുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യും, അത് ഉപയോഗമാണെങ്കിൽ അത് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞു ടൈം അല്ലേ, ടൈം കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്, സമയച്ചെലവ്. അതായത് ചിലവ് കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടൈമും അല്ലെങ്കിൽ ആ റിസോഴ്സ്, ടൈം ആൻഡ് ചിലവ് അല്ലേ, ടൈം ആൻഡ് കോസ്റ്റ്, അതായത് ചിലവ് കുറയ്ക്കുന്നതിലാണ് നമ്മുടെ CPM എന്നിരുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ നമ്മുടെ പെർട്ടാകുമ്പോഴോ സമയം പൂർണ്ണമായി കുറയ്ക്കുന്നതിൽ ഊന്നൽ നൽകുന്നു. അതായത് സമയ നിർണ്ണയത്തിനാണ് പ്രാധാന്യം. അതായത് ടൈം പൂർണ്ണമായിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പെർട്ടിൻ്റെ ഉദ്ദേശം. അതായത് സമയം നിർണ്ണയിക്കുക, ടൈം എസ്റ്റിമേഷനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞൊരു പോയിൻ്റായിരുന്നു നമ്മുടെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ജോബ്സാണ് നമ്മൾ CPM ഉപയോഗിക്കുക എന്ന് പറഞ്ഞു അല്ലേ. അതായത് ആവർത്തന സ്വഭാവമുള്ള കൃത്യമായ സമയപരിധിയുള്ള നിർമ്മാണം അല്ലെങ്കിൽ എൻജിനീയറിംഗ് തുടങ്ങിയ പ്രൊജക്റ്റുകൾക്കാണ് അനുയോജ്യമായിട്ടുള്ളത് അല്ലേ. നിങ്ങൾക്ക് നേരത്തെ പഠിച്ച ഓർമ്മ ഉണ്ടായിരിക്കും അല്ലെ, റിപ്പീറ്റേറ്റീവ് കൈൻഡ് ഓഫ് ജോബ്സാണ് നമ്മൾ നമ്മുടെ CPM യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ നമ്മുടെ പെർട്ട് എന്നാണ് എവിടെ യൂസ് ചെയ്യുക, നമ്മൾ പുതിയതായി ചെയ്യാൻ പോകുന്ന, നമ്മൾ ആദ്യമായിട്ടായിരിക്കും ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുപോലത്തെ നമുക്ക് അറിയില്ല, ആ ജോലി ചെയ്യാൻ നമുക്ക് എത്ര സമയം കൊണ്ട് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ പുതിയതോ അനിശ്ചിതത്വമുള്ളതോ ആയ ഗവേഷണം അല്ലെ, റിസർച്ച് ആൻഡ് വികസനം ആൻഡ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ പ്രൊജക്റ്റുകൾക്കാണ് നമ്മുടെ പെർട്ട് അനുയോജ്യമായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു CPM ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്, പെർട്ടാകുമ്പം ഇവൻ്റ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ ഓറിയൻറ്റഡ് ആണ്. അതായത് പൂർത്തിയാക്കുന്നതിലാണ് ശ്രദ്ധ അല്ലെ. അതായത് ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താണ്, നമ്മുടെ ഇവൻ്റ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ പൂർത്തിയാക്കുന്നതിലാണ് ശ്രദ്ധ. ഓക്കെ, ഇവിടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിലാണ് ശ്രദ്ധ. എന്നാൽ ഇവിടെ എന്താണ്, ഇവിടെ ഇവൻറ്റുകൾ പൂർത്തിയാക്കുന്നതിലാണ് നമ്മുടെ പെർട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ CPMൻ്റെയും പെർട്ടിൻ്റെയും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് വരുന്നത് നമ്മുടെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഒന്നും കൂടി മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ആ ഒരു നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കൂടി ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്, ആൻ ആക്ടിവിറ്റി റെപ്രസെൻറ്റ്സ്
ആൻഡ് ആക്ഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ പറഞ്ഞ പോലെ ടൈമും മണിയും അതുപോലെ എനർജിയൊക്കെ അവിടെ കൺസ്യൂം ചെയ്യും അല്ലേ. ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവിടെ ടൈമും അതുപോലെ നമ്മുടെ മണിയും അതുപോലെ എനർജിയും കൺസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് നമ്മൾ ആ ഒരു പോയിൻ്റാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ടൈമാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ആൻ ആക്ടിവിറ്റി റെപ്രസെൻറ്റ്സ് ആൻ ആക്ഷൻ ആൻഡ് കൺസെപ്ഷൻ ഓഫ് റിസോഴ്സസ്. ഒരു ആക്ഷനാണ്. അതായത് ഇപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ വീട് വെക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ ഒരു ആക്ടിവിറ്റിയാണ് അല്ലെ. അവിടെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് ടൈം കൺസ്യൂം ചെയ്യും, മണി കൺസ്യൂം ചെയ്യും, അതുപോലെ എനർജി കൺസ്യൂം ചെയ്യും. ഇത് നമ്മളിവിടെ എങ്ങനെയാണ് നമ്മൾ ആക്ടിവിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ അതിന് മുന്നേ നമ്മൾ ഇവൻറ്റിൻ്റെ തുടക്കം 1 എന്നും അതുപോലെ ഇവൻറ്റിൻ്റെ അവസാനം 2 എന്നും കൊടുക്കുക. ഓക്കെ, ഇവിടെ 1 വേണമെങ്കിൽ ഇവിടെ 2 എന്നും കൊടുക്കുക. അപ്പോൾ ഇതിനിടയ്ക്കാണ് നമ്മുടെ ആക്ടിവിറ്റി വരുന്നത്. അപ്പോൾ ഇതിൽ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി. ഓക്കെ, ഇവിടെ എ ഈസ് കോൾഡ് ആൻ ആക്ടിവിറ്റി. അപ്പോൾ എന്താണ് നമ്മൾ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻറ്റ് അല്ലെങ്കിൽ ആൻ ഇവൻറ്റ് വിൽ ഓൾവേസ് ഒക്കർ അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റി. അപ്പോൾ ഒരു ആക്ടിവിറ്റീൻ്റെ തുടക്കത്തിലും അവസാനത്തിലും ഒക്കർ ചെയ്യുന്നതാണ് നമ്മുടെ ഇവൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവൻറ്റിന് എന്താ ആവശ്യമില്ല, ദ ഇവൻറ്റ് ഹാസ് നോ റിസോഴ്സസ് ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സർക്കിൾ. അപ്പോൾ ഇവൻറ്റിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ സർക്കിൾ വെച്ചാണ്. അവിടെ എന്താ ആവശ്യമില്ല, അവിടെ റിസോഴ്സുകളുടെ ആവശ്യമില്ല. ഓക്കെ, ദ ഇവൻറ്റ് ദ ith ഇവൻറ്റ് ആൻഡ് jth ഇവൻറ്റ് ആർ ദ ടെയിൽ ഇവൻറ്റ് ആൻഡ് ഹെഡ് ഇവൻറ്റ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ ഇവൻറ്റ് പേര് കാണിച്ചിരിക്കുന്നത് ഐയും ജെയും വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു ഇവൻറ്റ്, ഇത് രണ്ടാമത്തെ ഇവൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ആരോ മാർക്ക് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ആരോ ഹെഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും എൻഡിലായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ എ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി. ഇവിടെ ഇപ്പോൾ ഐ ആണ് കൊടുക്കുന്നത് വെച്ചാൽ ഐ ഒരു ഇവൻറ്റ്, അതായത് സ്റ്റാർട്ടിങ് ഇവൻ്റാണ്, അല്ലെങ്കിൽ നമുക്കതിനെ ടെയിൽ ഇവൻ്റ് എന്ന് പറയാം. ഇത് ജെ ആണെങ്കിൽ അതിനെ നമുക്ക് ഹെഡ് ഇവൻ്റ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഹെഡ്, ഇത് ടെയിൽ. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന ഇയാളാണ് നമ്മുടെ ആക്ടിവിറ്റി. അതുപോലെ നമ്മൾ ആക്ടിവിറ്റി എവിടെ നിന്ന് എങ്ങോട്ടാണോ ഇവൻറ്റിൽ നിന്ന് എങ്ങോട്ടാണോ അല്ലെങ്കിൽ ടെയിലിൽ നിന്ന് എങ്ങോട്ടാണോ, ടെയിലിൽ നിന്ന് നമ്മുടെ ഹെഡിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ ആരോ മാർക്ക് ഇവിടെ കൊടുത്തിരിക്കണം. അതാണ് നമ്മുടെ ഒരു ബേസായിട്ട് നമ്മുടെ ആ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ബേസായിട്ട് മനസ്സിലാക്കിക്കൊണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റിയും ഇവൻറ്റും എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആക്ടിവിറ്റിയും ഇവൻറ്റും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ സക്സസർ ഇവൻറ്റും അതുപോലെ തന്നെ പ്രെഡിസസർ ഇവൻറ്റും വരുന്നുണ്ട്. ഓക്കെ, അതായത് സക്സസർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇവൻറ്റ് ഓർ ഇവൻറ്റ്സ് ദാറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോ അനദർ ഇവൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഇവൻറ്റിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു ഇവൻറ്റിനെ ഫോളോ ചെയ്യുന്ന ഇവൻ്റാണ് നമ്മുടെ സക്സസർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ ഇവൻറ്റ് ഓർ ഇവൻറ്റ്സ് ദാറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോ അനദർ ഇവൻറ്റ് അല്ലേ. അതായത് ഒരാളെ മറ്റൊരാൾ ഫോളോ ചെയ്യുന്ന പറഞ്ഞാൽ അയാൾ ബാക്കിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ബാക്കിൽ വരുന്നതാണ് നമ്മുടെ സക്സസർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് പ്രെഡിസസർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ ഇവൻറ്റ് വിച്ച് കംസ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ അനദർ ഇവൻറ്റ്. അപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ മുന്നേ വരുന്ന ഇവൻ്റാണ് പ്രെഡിസസർ ഇവൻറ്റ്. എന്നാൽ ഒരു ഇവൻറ്റിനെ ഫോളോ ചെയ്യുന്ന ഇവൻ്റാണ് നമ്മുടെ സക്സസർ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളതാണ് സക്സസറും അതുപോലെ തന്നെ പ്രെഡിസസറും. അതുപോലെ ഇവിടെ 2 ടൈമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ 2 ടൈമുകൾ. അതിൽ വരുന്നതാണ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഏർലിയസ്റ്റ് കംപ്ലീഷൻ ടൈം എന്നോ അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ഫിനിഷിങ് ടൈം എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, മീനിങ് ഉദ്ദേശിക്കുന്നത് ഫിനിഷാണ് കേട്ടോ. എക്സ്പെക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനിഷാണ്. അതുപോലെ ലേറ്റസ്റ്റ് അലവബിൾ ടൈം നമുക്ക് എന്ത് ചെയ്യാം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്നോ ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം എന്നോ നമുക്ക് പറയാം. ചിലപ്പോൾ നമ്മുടെ പല നോട്ട്സിൽ ചിലപ്പോൾ ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോക്കാം എന്താണ് ഈ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് കംപ്ലീഷൻ ടൈം ഓഫ് ദ പ്രൊജക്റ്റ്. അതായത് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്രത്തോളം സമയം വേണ്ടി വരും അതാണ്. അതായത് ഇറ്റ് ഈസ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് കംപ്ലീഷൻ ടൈം. എത്രത്തോളം നേരത്തെ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ആ ടൈമാണ് നമ്മുടെ ഏർലിയസ്റ്റ് കംപ്ലീഷൻ ടൈം അഥവാ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം അഥവാ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആൻഡ് ഈക്വൽ ടു ദ സം ഓഫ് എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് അലോങ് ദ ലോങ്ങസ്റ്റ് പാത്ത് ഓഫ് ദ പ്രൊജക്റ്റ്. ഇപ്പോൾ
ഇപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് അനാലിസിസ് അതിൻ്റെ ചാർട്ട് അല്ലെങ്കിൽ ആ ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ലോങ്ങസ്റ്റ് പാത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലോങ്ങസ്റ്റ് പാത്ത് കണ്ടുപിടിച്ചിട്ട് ആ ലോങ്ങസ്റ്റ് പാത്തിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ എക്സ്പെക്റ്റഡ് ടൈമിൻ്റെ ആ ഒരു ടൈമിനാണ്, കംപ്ലീഷൻ ടൈമിനാണ് നമ്മളവിടെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെയാണ് നമ്മുടെ ലേറ്റസ്റ്റ് അലവബിൾ ടൈം അഥവാ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം അഥവാ ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈമാണ്. അപ്പോൾ നോക്കാം, ലേറ്റസ്റ്റ് അലവബിൾ ടൈമിൽ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോസിബിൾ ടൈം ആൻ ഇവൻറ്റ് ക്യാൻ ടേക്ക് വിത്തൗട്ട് ഡിലേയിങ് ദ ഫൈനൽ കംപ്ലീഷൻ ഡേറ്റ്. നമ്മൾ ഫൈനൽ കംപ്ലീഷൻ സമയം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഡേറ്റിനെ ഡിലേ ചെയ്യിക്കാണ്ട് ഒരു ഇവൻറ്റ് എത്രത്തോളം സമയം എടുക്കുന്നോ ലാർജസ്റ്റ് പോസിബിൾ ടൈം എടുക്കുന്നോ അതിനെയാണ് നമ്മൾ ലേറ്റസ്റ്റ് അലവബിൾ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇവിടെ നമ്മുടെ മലയാളത്തിൽ കുറച്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം, നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒന്നും കൂടി കൃത്യമായിട്ട് ആ ഒരു ഐഡിയ കിട്ടും. ഫസ്റ്റ് നോക്കാം, നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് പറയുന്നത് അഥവാ CPM പറയുന്നു, ഒരു പ്രൊജക്റ്റിലെ ജോലികൾ അഥവാ ആക്ടിവിറ്റീസ് ഷെഡ്യൂൾ ചെയ്യാനും മാനേജ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് അല്ലേ. ഒരു പ്രൊജക്റ്റിലെ ജോലികൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അതിനെ ഷെഡ്യൂൾ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അഥവാ നമ്മുടെ നെറ്റ്വർക്ക് അനാലിസിസ് വരുന്ന ടെക്നിക്കാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. അതായത് എൻ്റെ ഉദ്ദേശം എന്താണ്, പ്രൊജക്റ്റ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കാൻ സഹായിക്കുന്ന പ്രൊജക്റ്റ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പാത, അതായത് ലോങ്ങസ്റ്റ് പാത്ത്, അതായത് ക്രിട്ടിക്കൽ പാത്ത് കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. അതായത് പ്രൊജക്റ്റ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ, അതായത് ഏറ്റവും ക്രിട്ടിക്കൽ പാത്ത് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ ആ 2 ടൈമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. നോക്കാം, ഒരു പ്രൊജക്റ്റിലെ ഒരു പ്രത്യേക ജോലി, അതായത് ഒരു ആക്ടിവിറ്റി, അത് തുടങ്ങുന്നതിന് മുൻപുള്ള എല്ലാ ജോലികളും, അതായത് തുടങ്ങുന്നതിന് മുന്നേ കുറേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീഡിസസർ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. പൂർത്തിയാക്കിയ ശേഷം ഏറ്റവും നേരത്തെ എപ്പോൾ തുടങ്ങാൻ സാധിക്കും എന്നതിനെയാണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതായത് ഒരു പ്രൊജക്റ്റിലെ ഒരു പ്രത്യേക ജോലി അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അത് തുടങ്ങുന്നതിന് മുൻപുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കിയ ശേഷം ഏറ്റവും നേരത്തെ എപ്പോൾ തുടങ്ങാൻ സാധിക്കുമെന്നതിനെയാണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ വീട് വെക്കുകയാണ്, നമുക്കിങ്ങനെ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്ലാസ്റ്ററിങ്, നമ്മുടെ സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട്, പ്ലംബിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇലക്ട്രീഷ്യൻ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ്, നമ്മൾ കോൺട്രാക്ടറോട് ചോദിക്കുകയാണ്, അതായത് നമുക്ക് പെയിൻറ്റിങ് ചെയ്യണം ഇനി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹൗസ് വാമിൻ്റെ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അതിന് മുന്നേ എല്ലാ വർക്കുകളും തീർക്കേണ്ടി വരും. അപ്പോൾ ആ പെയിൻറ്റിങ് നമുക്ക് എപ്പോൾ തുടങ്ങണം, അങ്ങനെ ആലോചിച്ച് നോക്കുക. അതായത് ഇനി ആലോചിച്ച് നോക്കട്ടോ, നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം ആലോചിച്ച് നോക്കുക. ഒരു പ്രൊജക്റ്റിലെ ഒരു പ്രത്യേക ജോലി, അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ പെയിൻറ്റിങ്, ആ പെയിൻറ്റിങ് തുടങ്ങുന്നതിന് മുൻപുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കിയ ശേഷം ഏറ്റവും നേരത്തെ എപ്പോൾ തുടങ്ങാൻ സാധിക്കും അല്ലേ. അതായത് നമ്മുടെ ആ പ്ലംബിങ്ങും ഇലക്ട്രീഷ്യൻ വർക്കും അതുപോലെ പ്ലാസ്റ്ററിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട്, അതുപോലെ നമ്മുടെ നിലമ്പണിയും ഫ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ആ ടൈമാണ് നമ്മുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ടൈമിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും, എന്താണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. അപ്പോൾ നമ്മൾ ഇതിനെ ES വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇനി ഈ ഒരു ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം നമ്മൾ കണക്കാക്കുക നോക്കാം. ഇത് നിർണ്ണയിക്കുന്നത് ഫോർവേഡ് പാസ് എന്ന പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോർവേഡ് പാസ് മെത്തേഡ് ഇനി നമ്മൾ ആ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും കൂടുതലായിട്ട്. അപ്പോൾ ഒരു ജോലിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം കണക്കാക്കുന്നത് അതിനു മുൻപ് വരുന്ന ജോലിയുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു ജോലി അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം നമ്മൾ എങ്ങനെ കണക്കാക്കുക, അതായത് അതിൻ്റെ മുന്നേ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ വരുന്ന ജോലികളുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക,
അവിടെ നമ്മൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം കണക്കാക്കുക. ഓക്കെ, അതായത് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞാൽ ഓരോ ജോലികളും എപ്പോൾ തീർക്കാൻ പറ്റും, അതായത് നമ്മൾ എപ്പോൾ തുടങ്ങി എത്ര സമയം അതിന് കൺസ്യൂം ചെയ്യും, ആ ടോട്ടൽ ടൈമാണ് നമ്മുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബാക്കി നോക്കാം. ഒന്നിലധികം മുൻപ് വരുന്ന ജോലികൾ ഉണ്ടെങ്കിൽ അവയുടെ എല്ലാം ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമുകളിൽ ഏറ്റവും വലുതായിരിക്കും ഈ ജോലിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കുക. നേരത്തെ പറഞ്ഞ കേസിൽ നമുക്ക് പെയിൻറ്റിംഗ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അറിയേണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നേ വരുന്ന പ്ലംബിങ്ങും ഇലക്ട്രീഷ്യൻ വർക്കും ഫ്ലോറിങ്ങും പ്ലാസ്റ്ററിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏത് വർക്കിനായിരിക്കും ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വരിക, ആ സമയത്തിനേക്കാൾ വലുതായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ജോലിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പെയിൻറ്റിങ്ങിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. പറയാൻ മനസ്സിലായോ? ഒന്നിലധികം മുൻപ് വരുന്ന ജോലികളുണ്ടെങ്കിൽ അല്ലേ, അതിൻ്റെ മുന്നേ ഒന്നിലധികം ജോലികൾ വരുന്നുണ്ടെങ്കിൽ അവയുടെ എല്ലാം ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമുകളിൽ ഏറ്റവും വലുതായിരിക്കും ഈ ജോലിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അത് പെയിൻറ്റിങ്ങിൻ്റെ മുന്നുള്ള കുറേ വർക്കുകളുണ്ടായിരിക്കും. ആ വർക്കുകളുടെ ഏറ്റവും സമയം ഏതിനാണോ കൂടുതൽ അതിനേക്കാൾ വലുതായിരിക്കും നമ്മുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ. ഈ സമയം പ്രൊജക്റ്റ് എത്രയും വേഗം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നു. അതായത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം നമ്മൾ എന്തിനാണ് കണക്കാക്കുന്നത്? നമ്മുടെ പ്രൊജക്റ്റ് ഏറ്റവും സ്പീഡിൽ അല്ലെങ്കിൽ ഏറ്റവും നേരത്തെ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ടൈം നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈമാണ് അല്ലേ. നോക്കാം എന്താണ് ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം. ഒരു പ്രൊജക്റ്റിലെ ഒരു പ്രത്യേക ജോലി അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി പ്രൊജക്റ്റിൻ്റെ മൊത്തത്തിലുള്ള പൂർത്തീകരണ സമയം വൈകിപ്പിക്കാതെ ഏറ്റവും വൈകി എപ്പോൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നതിനെയാണ് ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു, നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കുക എന്താണ് ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം. ഒരു പ്രൊജക്റ്റിലെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി പ്രൊജക്റ്റിൻ്റെ മൊത്തത്തിലുള്ള പൂർത്തീകരണ സമയം വൈകിപ്പിക്കാതെ ഏറ്റവും വൈകി എപ്പോൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്നതിനെയാണ് ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പെയിൻറ്റിങ്ങിൻ്റെ കേസിനെ നോക്കാം. അതായത് ആ പെയിൻറ്റിങ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട പെയിൻറ്റിങ് വേണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്ററിങ് ആക്കാം. ആ പ്ലാസ്റ്ററിങ്ങിൻ്റെ അല്ലേ എന്ന് പറയാം, ഒരു പ്രൊജക്റ്റിലെ പ്ലാസ്റ്ററിങ് എന്ന ജോലി, അതായത് പ്ലാസ്റ്ററിങ് എന്ന ജോലി പ്രൊജക്റ്റിൻ്റെ മൊത്തത്തിലുള്ള പൂർത്തീകരണം, അതായത് വീടിൻ്റെ കംപ്ലീറ്റ് വർക്കിൻ്റെ സമയം വൈകിപ്പിക്കാതെ ഏറ്റവും വൈകി എത്ര സമയം വരെ എന്ത് ചെയ്യാം പൂർത്തിയാക്കാൻ സാധിക്കും, ആ ടൈമാണ് ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹൗസ് വാമിംഗ് ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഡേറ്റിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ പെയിൻറ്റിങ്ങിൻ്റെ ഡേറ്റ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ഡേറ്റിൻ്റെ മുന്നേ ആയിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് തീർക്കണമെങ്കിൽ ആ ജോലി അതിലേതെങ്കിലും ഒരു ജോലി എത്രത്തോളം മാക്സിമം വൈകാം, ആ ടൈമാണ് നമ്മുടെ ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒരു പ്രൊജക്റ്റിലെ ഒരു പ്രത്യേക ആക്ടിവിറ്റി പ്രൊജക്റ്റിൻ്റെ മൊത്തത്തിലുള്ള കംപ്ലീഷൻ ടൈം വൈകിപ്പിക്കാതെ ഏറ്റവും വൈകി എപ്പോൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്ന ടൈമാണ് ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈമും പറഞ്ഞു, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും പറഞ്ഞു. ഓക്കെ, നമ്മൾ ഫോർവേഡ് പാസ് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നിർണ്ണയിക്കുന്നത് നോക്കാം. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കത് ബാക്ക്വേർഡ് പാസ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചായിരിക്കും നമ്മളവിടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത് നിർണ്ണയിക്കുന്നത് ബാക്ക്വേർഡ് പാസ് എന്ന പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ ഒരു ജോലിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം അഥവാ ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം കണക്കാക്കുന്നത് അതിന് ശേഷം വരുന്ന ജോലിയുടെ ലേറ്റസ്റ്റ് ടൈം ഉപയോഗിച്ചാണ്. ഓക്കെ, അപ്പോൾ ഒരു ആക്ടിവിറ്റീൻ്റെ ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം നമ്മൾ എങ്ങനെ കണക്കാക്കുക, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം നമ്മൾ കണക്കാക്കുന്നത് അതിന് ശേഷം വരുന്ന ആക്ടിവിറ്റികളുടെ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഉപയോഗിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യം, നമ്മൾ ആ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു വ്യക്തമായ ധാരണ ഉണ്ടാവുന്നതാണ്. ഒന്നിലധികം ശേഷം വരുന്ന ജോലികൾ ഉണ്ടെങ്കിൽ അവയുടെ എല്ലാം
ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈമുകളിൽ ഏറ്റവും ചെറുതായിരിക്കും ഈ ജോലിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. ഇത് ഒന്നിലധികം അതിന് ശേഷം ജോലികൾ വരുന്നുണ്ടെങ്കിൽ അവയുടെ എല്ലാം ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈമിനേക്കാളും കുറവായിരിക്കും അല്ലെങ്കിൽ ചെറുതായിരിക്കും ഈ ജോലിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. അതായത് ഈ സമയം പ്രൊജക്റ്റ് ഷെഡ്യൂൾ ചെയ്ത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നു. അതായത് ഈ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഷെഡ്യൂൾ ചെയ്ത സമയപരിധിക്കുള്ളിൽ തന്നെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ആ ഒരു ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം അഥവാ ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം അഥവാ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ എന്താണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്നുള്ള കാര്യവും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ 2 ടൈമിനെ കുറിച്ച് പറഞ്ഞു. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും അതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം അഥവാ ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം. ഇനി നിങ്ങൾ അടുത്തായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും അതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം അഥവാ LFT എന്നും അതുപോലെ തന്നെ നമ്മൾ EFT എന്നും പറയാറുണ്ട്. അപ്പോൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് പോസിബിൾ ടൈം ഇൻ വിച്ച് എ പർട്ടിക്കുലർ ഓപ്പറേഷൻ ക്യാൻ ബി കംപ്ലീറ്റഡ്. അപ്പോൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഒരു ഇംഗ്ലീഷിലുള്ള ഡെഫിനേഷനാണ് പഠിച്ചു വെക്കുന്നത്. ദിസ് ഈസ് ഗിവൺ ടു ദ റൈറ്റ് കോർണർ ഔട്ട്സൈഡ് ഓഫ് ദ ഓപ്പറേഷൻ. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ്റെ റൈറ്റ് കോർണറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം അഥവാ ഏർലിയസ്റ്റ് കംപ്ലീഷൻ ടൈം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് ഓപ്പറേഷൻ മസ്റ്റ് ബി കംപ്ലീറ്റഡ് സോ ദാറ്റ് സ്കെഡ്യൂൾഡ് ഡേറ്റ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ് മെ നോട്ട് ബി ഡിലേഡ്. അല്ലേ, നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഡിലേ ചെയ്യാൻ പാടില്ല. നമ്മൾ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം അഥവാ ലേറ്റസ്റ്റ് കംപ്ലീഷൻ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ട്രയാങ്കിളിനകത്തായിരിക്കും ആ ഒരു ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു 2 കാര്യം മനസ്സിലാക്കി വേണം നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രം വരയ്ക്കുമ്പോൾ. ഇത് നമ്മുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും രണ്ടാമത്തത് നമ്മുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമാണ്. ഓക്കെ, നമുക്ക് ശേഷം മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിൻ്റ് ഓക്കെ, നമുക്കിനി ഡയറക്റ്റ് നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ ചെറിയ 1-2 പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായാൽ നമുക്ക് ബാക്കിയുള്ള വലിയ പ്രോബ്ലംസ് വന്നാലും നമുക്ക് ഈസി ആയിട്ട് അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം വിത്ത് ദ ഗിവൺ ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് ഇവിടെ കുറേ ടേബിളിൽ ഓപ്പറേഷൻസും ആ ഓപ്പറേഷൻ്റെ മുന്നേ ചെയ്യാനുള്ള പ്രീ ഓപ്പറേഷൻസിൻ്റെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ABCDEF എന്ന് പറയുന്നത് ഓരോ ഓപ്പറേഷൻസാണ്. ആ ഓപ്പറേഷൻ്റെ മുന്നേ ചെയ്ത് തീർക്കാനുള്ള ഓപ്പറേഷൻസാണ് ഇവിടെ പേരുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ആക്ടിവിറ്റി എന്താണെന്നും ഇവൻ്റ് എന്താണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്ന ഇവിടെ ഉദ്ദേശിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നതാണ് അത് ആക്ടിവിറ്റിയാണ് കേട്ടോ. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിയാണ്, അത് ചെയ്യാൻ പോകുന്ന വർക്കാണ്. നമ്മളൊരു ടോട്ടൽ പ്രൊജക്റ്റിന് നമ്മൾ ഓരോ ആക്ടിവിറ്റികളായി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ വീട് വെക്കുന്ന ജോലിയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ A എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ വിചാരിക്കുക, B എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭിത്തി കെട്ടൽ അല്ലെ വാളുണ്ടാക്കുക, C എന്ന് പറഞ്ഞാൽ നമ്മുടെ വാളുണ്ടാക്കിയതിന് ശേഷം നമുക്ക് റൂഫിംഗ് വിചാരിക്കുക, D എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഫിംഗ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ വർക്ക് വിചാരിക്കുക, E എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കാണ് വിചാരിക്കുക, പിന്നെ F എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്ററിങ് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കുക ABCDEF എന്ന് പറയുന്നത് ഓരോ ഓപ്പറേഷൻ അഥവാ ഓരോ ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ ബേസിക്കലി പഠിക്കാനുള്ള കാര്യം നമ്മൾ പറയാൻ പോവുകയാണ്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കുക, അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊരു ആക്ടിവിറ്റീൻ്റെ മുന്നേയും അവസാനം ഒന്നുണ്ടായിരിക്കും, 2 ഇവൻറ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഒരു ടെയിൽ ഇവൻറ്റും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഹെഡ് ഇവൻറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് വരയ്ക്കാം.
ഇത് ടെയിൽ ഇവൻ്റാണ്, ഇത് എൻഡ് ഇവൻ്റാണ്. ഓക്കെ, ഇനി അതിൽ നമുക്ക് വേണമെങ്കിൽ 1ഉം 2ഉം കൊടുക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് വരുന്ന ഓപ്പറേഷൻ നോക്കുക, എ എന്ന് പറയുന്ന ആക്ടിവിറ്റി, അതിൻ്റെ മുന്നേ ഏതെങ്കിലും പ്രീ ഓപ്പറേഷൻസ് ഉണ്ടോ? ഇല്ല. അല്ല, അപ്പോൾ ശരിക്കും സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? എ തന്നെയാണ് ശരിക്കും ഇവിടെ സ്റ്റാർട്ടിങ് ഓപ്പറേഷൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ചെയ്യേണ്ട വർക്ക് എ തന്നെയാണ്. അതായത് എൻ്റെ മുന്നേ വേറെ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസോ വരുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ ആ ഒരു ആരോ ഹെഡ് വരയ്ക്കുക, ആരോ മാർക്ക് വരയ്ക്കുക, ഒരു ആരോ ഹെഡ് വരയ്ക്കുക. മേലെ എന്ത് ചെയ്യാം, നമ്മുടെ ആക്ടിവിറ്റീൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, മേലെ നമ്മുടെ ആക്ടിവിറ്റീൻ്റെ പേര് കൊടുക്കുക. ഏതാണ് ആക്ടിവിറ്റി? എ എന്ന് പറയുന്ന ആക്ടിവിറ്റി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്പറേഷൻ നോക്കുക, ബി ആണ്. അപ്പോൾ ബീൻ്റെ മുന്നേ ആരെങ്കിലും ഉണ്ടോ നോക്കുക. ബീൻ്റെ മുന്നേ ആരുണ്ട്? ഏത് ഓപ്പറേഷൻ ഉണ്ട്? ബീൻ്റെ മുന്നേ എ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അല്ലേ, ഈ എ എന്ന് പറയുന്ന ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബി എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യേണ്ടത്. നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ ഇവൻ്റ് 2 കഴിഞ്ഞാൽ പിന്നെ നേരെ പോകേണ്ടത് നമ്മൾ 3ലേക്ക് പോവാം. ഓക്കെ, 3ലേക്ക് പോവാം. അപ്പോൾ 3യിൽ എന്ത് ചെയ്യണം, നമ്മൾ 3 അവിടെ എഴുതി വെച്ചു. ശേഷം എന്ത് ചെയ്യുക, 2 to 3 എന്ന് പറയുന്ന ഏത് ഓപ്പറേഷൻ ആയിരിക്കും? അത് ബി എന്ന് പറയുന്ന ഓപ്പറേഷനാണ് അല്ലേ, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. ഇനി അടുത്ത വരുന്ന മൂന്നാമത്തെ വരുന്ന നമ്മുടെ സി ആണ്. ഇവിടെ സി കാണുന്നുണ്ടായിരിക്കും. സി എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ മുന്നേ ഏതെങ്കിലും ഓപ്പറേഷൻ ഉണ്ടോ നോക്കുക. ഏതാണ് ഓപ്പറേഷൻ വരുന്നത്? സി എന്ന് പറയുന്നതിൻ്റെ മുന്നെയാണ് ബി വരുന്നത്. അതിനർത്ഥം ഈ ബി കഴിഞ്ഞിട്ടാണ് നമ്മുടെ സി വരിക. സോ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത വീണ്ടും ആരോ ഹെഡ് വരയ്ക്കുക, സർക്കിൾ വരയ്ക്കുക, നമ്പർ ഇവൻ്റ് നമ്പർ 4 എന്ന് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ആക്ടിവിറ്റി അഥവാ ഓപ്പറേഷൻ സി ആണ് അല്ലേ, സീൻ്റെ മുന്നേ ആണ് ബി വരുന്നത്. നമ്മുടെ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും അല്ലേ, സീൻ്റെ മുന്നേയും ബി വരുന്നുണ്ട്, ഡീൻ്റെ മുന്നേയും ബി വരുന്നുണ്ട്, ഈൻ്റെ മുന്നേയും ബി വരുന്നുണ്ട്. അതായത് ബി എന്ന് പറയുന്ന ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? സിയും ഡിയും ഇയും. ഇതൊക്കെ നമ്മുടെ ബി എന്ന് പറയുന്ന ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ അടുത്ത ആരോ ഹെഡ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്നല്ല വരയ്ക്കേണ്ടത്. കാരണം എന്താണ്, അടുത്ത നമ്മുടെ ഡിയും അല്ലേ, ഡിയും ഇയും എവിടെ നിന്നാണ്, ഏത് കഴിഞ്ഞിട്ടാണ് വരുന്നത്? ബി കഴിഞ്ഞിട്ട് വരുന്ന ഓപ്പറേഷനാണ്. ബി കഴിഞ്ഞിട്ട് ഉടനെ വരുന്ന ഓപ്പറേഷൻസാണ് ഡിയും ഇയും സിയും. നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ സി നമ്മൾ എന്ത് ചെയ്തു, ഓപ്പറേഷൻ കറക്റ്റായിട്ട് കാണിച്ചു. അതായത് ബി കഴിഞ്ഞിട്ട് ഉടനെ വരുന്ന ഓപ്പറേഷൻ സി എന്ന് കാണിച്ചു. അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ബി കഴിഞ്ഞിട്ട് ഉടനെ വരുന്ന അടുത്ത ഓപ്പറേഷൻ ഡിയും കാണിക്കണം, ഇയും കാണിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ കാണിക്കുക അല്ലേ, അപ്പോൾ നമ്മൾ കാണിക്കേണ്ടത് 3 കഴിഞ്ഞിട്ട് ആരോ മാർക്ക് വരയ്ക്കുക, സർക്കിൾ വരയ്ക്കുക, നമ്പർ 5 കൊടുക്കുക, ഡി ആണ്, ഡി എഴുതി അല്ലേ, ഡി എഴുതി. അതേപോലെ വീണ്ടും ആരോ മാർക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു ഡയഗ്രാം കിട്ടിയിട്ടുള്ളത് അല്ലേ. ശേഷം പറയുന്നു ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മുടെ എഫ് അല്ലേ, എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് മുന്നേ ആയിട്ട് പ്രീ ഓപ്പറേഷൻ ആയിട്ടുള്ള പ്രീ ആക്ടിവിറ്റീസ് ആയിട്ട് സിയും ഡിയും ഇയും ഉണ്ട്. നമ്മുടെ ഈ സിയും ഡിയും ഇയും കഴിഞ്ഞിട്ടാണ് നമ്മുടെ എഫ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇവിടുന്ന് വരയ്ക്കണോ അതോ ഇവിടുന്ന് വരയ്ക്കണോ നമ്മൾ എഫിലേക്ക് എന്നുള്ളത്. അതിൽ നമുക്ക് ഇങ്ങനെയാണോ വരയ്ക്കുക എന്നുള്ള സംശയം വരും. ഇങ്ങനെ 3ഉം കൂടി ഒരുമിച്ച് വരച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, ഇവിടെ 7 എന്നിട്ടിട്ട് നമ്മൾ ഇവിടെയാണോ എഫ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെയാണോ എഫ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെയാണോ എഫ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷനാണ് വരുന്നത്. അതായത് ഇങ്ങനെ ചെയ്യുന്ന എന്താണ്, ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇവിടെ നമ്മൾ ഈ ഒരു സിയും ഡിയും ഇയും ഉണ്ടല്ലോ, അത് ആർക്ക് മുന്നേ വരുന്ന ഓപ്പറേഷനാണ്? നമ്മുടെ ബിക്ക് മുന്നേ വരുന്ന ഓപ്പറേഷനാണ് അല്ലേ. ശേഷം എന്ത് ചെയ്യുന്നു, എഫ് എന്ന് പറയുന്ന ഓപ്പറേഷൻ വരുന്നുണ്ട്. അതാർക്ക് മുന്നേ വരുന്നതാണ്? സിക്കും ഡിക്കും ഇക്കും മുന്നേ വരുന്നതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിയും ഡിയും ഇ എന്ന് പറയുന്ന ഓപ്പറേഷൻസ് നമ്മൾ ഒരുമിച്ച് ഒറ്റ നോഡിൽ കാണിക്കണം. ഓക്കെ, അതായത് നമ്മളിങ്ങനെ ചെയ്യണം. ഇത് 1 2 3 കൊടുത്തു, ഇത് എ, ഇത് ബി. പിന്നെ വരുന്നത് നമ്മുടെ സിയും ഡിയും ഇയും കഴിഞ്ഞിട്ട് വരുന്ന ആളാരാണ്? അല്ലെങ്കിൽ സിൻ്റെയും ഡിൻ്റെയും ഇൻ്റെയും മുന്നേ ആരുണ്ട്? ഇവിടെ ബി ഉണ്ട് അല്ലേ. സിൻ്റെയും ഡിൻ്റെയും മുന്നേ ഓപ്പറേഷൻ ബി ഉണ്ട്.
ഇത് നോക്കിയാൽ മനസ്സിലാവും എഫ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എവിടെ വരുന്നതാണ്, സിയും ഡിയും ഇയും കഴിഞ്ഞിട്ട് വരുന്ന ഓപ്പറേഷനാണ്. സോ എന്ത് ചെയ്യും, എഫ് നമുക്ക് ഇവിടെ നമ്പർ 4 കൊടുക്കുക. 4 to 5 4 to 5 നമുക്ക് ഇവിടെ എഫ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം, ഈ ഒരു ടേബിൾ വെച്ചുള്ള നെറ്റ്വർക്ക് ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നുണ്ടായിരിക്കുക. അതായത് ഇവിടെ ഇങ്ങനെ സിയും ഡിയും ഇയും ഒരേ നോഡിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ സാധാരണ രീതിയിൽ വിളിക്കുന്ന പേര് കൺകറൻറ്റ് ആക്ടിവിറ്റീസ് ആണ്. കൺകറൻറ്റ് ആക്ടിവിറ്റീസ് ആണ് ഈ സിയും ഡിയും ഇ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഡയഗ്രാം വരയ്ക്കാനുള്ള ബേസ് ആണിത്. അപ്പോൾ നമുക്ക് വേറൊരു ഡയഗ്രാം കൂടി വരയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച പോലെ തന്നെ ആക്ടിവിറ്റിയും അതിൻ്റെ മുന്നേ ഉള്ള അല്ലേ പ്രീഡിസസർ ആക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതായത് പ്രീ ഓപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നത് നോക്കാം, നമ്മൾ വരച്ച് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് വരുന്നത് എ ആണല്ലേ. അതായത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ എൻ്റെ മുന്നേ ആരില്ല, വേറെ പ്രീ ഓപ്പറേഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്പറേഷനായിട്ട് കാണിക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് ഇവൻറ്റും എൻഡിങ് ഇവൻറ്റും നമുക്ക് പേര് കൊടുക്കാം. ഇത് 1ഉം ഇത് 2ഉം ആരോ മാർക്ക് കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്യും, പേര് ആക്ടിവിറ്റി എ ആണ്. ഇനി അടുത്ത് വരുന്ന ഓപ്പറേഷൻ നോക്കാം, ബി ആണ് അല്ലേ. ബി പറയുന്ന ആക്ടിവിറ്റി, അതിൻ്റെ മുന്നേ ആരുണ്ട്, എ ഉണ്ട് അല്ലേ. അപ്പോൾ ബീൻ്റെ മുന്നേ എ ഉണ്ട്. അതുപോലെ തന്നെ നോക്കുക, ഇവിടെയും എ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സീൻ്റെ മുന്നേയും ആരുണ്ട്, എ വരുന്നുണ്ട്. അതായത് എ കഴിഞ്ഞിട്ട് 2 ഓപ്പറേഷൻസ് വരുന്നുണ്ട്. മനസ്സിലായല്ലോ, എ കഴിഞ്ഞിട്ട് 2 ഓപ്പറേഷൻസ് വരുന്നുണ്ട്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക അല്ലേ. ബീൻ്റെ മുന്നേയും പ്രീഡിസസർ ആക്ടിവിറ്റി എ ആണ്, സീൻ്റെ മുന്നേയും പ്രീഡിസസർ ആക്ടിവിറ്റി എ ആണ്. സോ ഇവിടെ 2 ഓപ്പറേഷൻസ് നമ്മുടെ എക്ക് ശേഷം വരുന്നുണ്ട്. അതായത് ബിയും സിയും വരുന്നത് എക്ക്, ബിയും സിയും വരുന്ന എപ്പോഴാണ്, ബീൻ്റെ മുന്നേ എ ഉണ്ട്, സീൻ്റെ മുന്നേ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടുന്ന് വരയ്ക്കാം. ഇവിടെ 3 കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്യാം, നമ്മുടെ ബി. അതേപോലെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. ഇവിടെ 4 ഇടാം നമ്പർ ഇവൻ്റ്, ഇവിടെ സി കാണിക്കാം. അപ്പോൾ നോക്കൂ, ലോജിക്കലി കറക്റ്റ് അല്ലേ. സീൻ്റെ മുന്നേ എ ഉണ്ട്, ബീൻ്റെ മുന്നേ എ ഉണ്ട്. അപ്പോൾ ഓക്കെയാണ്. ഇനി അടുത്ത് നോക്കാം. അടുത്ത് ഡി ആണ് വരുന്നത് അല്ലേ. ഡി എവിടെ വരുന്നത്, ഡി വരുന്നത് ഡീൻ്റെ മുന്നേ ബി ഉണ്ട് അല്ലേ. അപ്പോൾ വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കാം. ജസ്റ്റ് ഒന്ന് താഴത്തെ സ്റ്റെപ്പ് കൂടി നോക്കാം. പിന്നെ ഇ ആണ് വരുന്നത്. ഇ കഴിഞ്ഞിട്ട് ഇൻ്റെ മുന്നേ സി ആണ്, എഫിൻ്റെ മുന്നേ ഡി ആണ്. അപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് ബി അല്ലേ, ഡി എന്ന് പറയുന്നത് ഡീൻ്റെ മുന്നേ ബി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുക അല്ലേ. ഡീൻ്റെ മുന്നേ ആണ് ബി. അപ്പോൾ ഇവിടെ ഡി വരും. ഇവിടെ നമുക്ക് നമ്പർ കൊടുക്കാം 5. അപ്പോൾ ഡീൻ്റെ മുന്നേ നോക്കുക, ഡീൻ്റെ മുന്നേ ബി ഉണ്ട്. അപ്പോൾ അതും ലോജിക്കലി കറക്റ്റാണ്, ഡീൻ്റെ മുന്നേ ബി ഉണ്ട്. ഇനി അടുത്തത് ഇ ആണ്. ഓക്കെ, ഇൻ്റെ മുന്നേ ആരാളുള്ളത്, സി ആണുള്ളത് അല്ലേ. അപ്പോൾ സി ഇവിടെയാണ്. അപ്പോൾ ഇൻ്റെ മുന്നേ ആരുണ്ട്, സി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണിക്കാം. ഇൻ്റെ മുന്നേ സി ഉണ്ട്, ഇൻ്റെ മുന്നേ സി ഉണ്ട്. ഇവിടെ നമുക്ക് നമ്പർ കൊടുക്കാം 6 അല്ലേ, ആരോ മാർക്കും കൊടുക്കാം. കറക്റ്റാണല്ലോ, ഇൻ്റെ മുന്നേ സി ആണുള്ളത് അല്ലേ. അപ്പോൾ അത് ലോജിക്കലി കറക്റ്റാണ്, ഇൻ്റെ മുന്നേ സി. ഇനി അടുത്തത് എഫ് ആണ്. എഫിൻ്റെ മുന്നേ ആരാണ്, എഫിൻ്റെ മുന്നേ ഡി ആണ് അല്ലേ. എഫിൻ്റെ മുന്നേ ഡി ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ എന്ത് ചെയ്യും, എഫിൻ്റെ മുന്നേ ഡി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആരോ മാർക്ക് കൊടുക്കാം. നമ്പർ 7 ആണ് അടുത്ത ആക്ടിവിറ്റി വരിക. അത് എഫ് ആണ് അല്ലേ. എഫിൻ്റെ മുന്നേ ഡി വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തെല്ലാം കറക്റ്റ് തന്നെയാണ്. ഇനി ലാസ്റ്റത്തെ ടേബിളിൻ്റെ ലാസ്റ്റ് നോക്കുക. അടുത്ത ജി ആണ് അല്ലേ. ജീൻ്റെ മുന്നേ ആരൊക്കെ വരുന്നുണ്ട്, ഇയും എഫും വരുന്നുണ്ട് അല്ലേ. ജീൻ്റെ മുന്നേ ഇയും എഫും വരുന്നുണ്ട്. അപ്പോൾ എഫും വരുന്നുണ്ട്, അതേപോലെ
ഇയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും ജി കൊടുത്തിട്ട് ഇങ്ങനെ നമ്പർ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ കാര്യത്തിൽ എന്താണ്, അതൊരു തെറ്റായ കാര്യമാണ്. ഓക്കെ, അതായത് നമ്മളിങ്ങനെ ഇവിടെയും ജി കാണിക്കുക അല്ലേ, ഇവിടെ വേണം 8 എന്നിടുക, ഇവിടെ 9 എന്നിടുക, അതേപോലെ ഇവിടെയും ജി കാണിക്കുക അല്ലേ. അങ്ങനെ കാണിക്കാനുള്ള കാരണം എന്താണ്, ഇയും എഫും ആർക്ക് മുന്നേ വരുന്നുണ്ട്, ജിക്ക് മുന്നേ വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ജിക്ക് മുന്നേ എഫും വരുന്നുണ്ട്, ജിക്ക് മുന്നേ ഇയും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരിക്കലും കാണിക്കാൻ പാടില്ല അല്ലേ, കാരണം അത് ലാസ്റ്റ് ഓപ്പറേഷനാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രം നമ്മൾ ഇങ്ങനെ വെച്ച് ഒരു എൻഡില്ലാണ്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല. രണ്ടെണ്ണം നമ്മൾ ഇതേപോലെ എൻഡില്ലാണ്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അത് റോങ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. നമ്മൾ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് നോക്കാം. നമ്മളിങ്ങനെ ടേബിൾ ഇനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തും കൂടി നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയിട്ട് ശേഷം മാത്രം വരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബേസിക് സ്റ്റെപ്സാണ് പഠിക്കുന്നത്. സോ നമ്മളിങ്ങനെ വരച്ച് പോകുമ്പോൾ നമ്മൾ തെറ്റിപ്പോയി, നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ താഴേക്ക് ഒന്ന് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, താഴത്തും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഒരു മാറ്റം വരുത്തണം. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഇ വരെ ഓക്കെ ആണ് അല്ലേ, ഇ വരെ ഓക്കെ ആണ്. ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളിവിടെ ലാസ്റ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അല്ലേ, എഫിൻ്റെ മുന്നേ ഡി ഉണ്ട് അല്ലേ, എഫിൻ്റെ മുന്നേ ഡി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ 5 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ആരോ ഹെഡ് വരയ്ക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, എഫ് ഇവിടെ കാണിക്കുക. അപ്പോൾ എന്തായി, ലോജിക്കലി കറക്റ്റാണ്, എഫിൻ്റെ മുന്നേ ഡി ഉണ്ട്. ഓക്കെ, ഈ ലാസ്റ്റ് സ്റ്റെപ്പ് നോക്കുക, ജി ആണ്. ജീൻ്റെ മുന്നേ ആരൊക്കെ വരുന്നുണ്ട്, ഇയും എഫും വരുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്താൽ മതി, നമ്മൾ ഇവിടുന്ന് ആരോ ഹെഡ് വരയ്ക്കുക, ജി ഇവിടെ എഴുതുക. നമ്മുടെ അടുത്ത ആക്ടിവിറ്റി ഇത് 6, ഇത് 7 അല്ലേ. ഇപ്പോൾ എന്തായി നോക്കിയാൽ മനസ്സിലാവും, ജീൻ്റെ മുന്നേ എഫും വരുന്നുണ്ട്, പിന്നെ ജീൻ്റെ മുന്നേ ഇയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇനി മുതൽ നമ്മൾ ഡയഗ്രാം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനെ ഓരോന്ന് 1 by 1 വരച്ച് പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, തൊട്ട് താഴെയുള്ള കൂടി ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് വായിച്ച് നോക്കുക, പരസ്പരം റിലേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് മാത്രം നമ്മൾ ഡയഗ്രാം വരയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ വരച്ചതിന് ശേഷം നമ്മൾ പിന്നെ അത് മായ്ക്കേണ്ട അവസ്ഥ വരും, റബ്ബ് ചെയ്യേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ വെട്ടിപ്പോകേണ്ട അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരമുള്ള നെറ്റ്വർക്ക് ഡയഗ്രാം വരുന്നത്. ഓക്കെ, ഒന്നും കൂടി നീറ്റായിട്ട് വരച്ചാൽ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലം പ്രകാരമുള്ള നെറ്റ്വർക്ക് ഡയഗ്രാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ഡയഗ്രാം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, വളരെ എളുപ്പമാണ്. ഇപ്പോൾ നോക്കുക, ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് എ എന്ന് പറയുന്ന ആക്ടിവിറ്റീൻ്റെ മുന്നേ പ്രിഡിസസർ ആക്ടിവിറ്റി ഇല്ല, ബീൻ്റെ മുന്നേയും പ്രിഡിസസർ ആക്ടിവിറ്റി ഇല്ല, അതുപോലെ സീൻ്റെ മുന്നേയും പ്രിഡിസസർ ആക്ടിവിറ്റി ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ജസ്റ്റ് ഒരു ക്ലൂ തരാം, തുടക്കം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവൻ്റ് 1, ഇത് ഇവൻ്റ് 1 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് എ ഇവിടെ 2 കൊടുക്കുക, ഇത് ബി ഇവിടെ 3 കൊടുക്കുക, ഇത് സി ഇവിടെ 4 കൊടുക്കുക അല്ലേ. അപ്പോൾ നോക്കുക മനസ്സിലാവും.